ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വേദയും ശ്രീകാന്തും തമ്മിലുള്ള സംഭാഷണം വിക്രം അകത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ അകത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ നിന്ന് പോരാനുണ്ടായ കാരണം ശ്രീകാന്താണോ എന്ന് ചോദിക്കുക കേട്ടോ. നിൻ്റെ ചേട്ടൻ കാരനാണോ നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നത്? എന്താണ് അയാൾ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ശ്രീയേട്ടനാണ് ഇതിനുള്ള കാരണം എന്നും കൂടി പറയുകയാണെങ്കിൽ വിക്രം ഇവിടെ ആകെ പ്രശ്നങ്ങളുണ്ടാക്കും, ഇത് കൂടുതൽ വഷളാവും എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വേദ പറയും, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇതിനൊക്കെ ഒരു സാവധാനം ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ തന്നോടത് പറയും, വിക്രത്തിനോടൊന്ന് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് കമലം കിടന്നുറങ്ങാൻ പോകുമ്പോൾ കമലത്തിന് ഫിക്സ് വന്ന് കട്ടിൽമേലേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വേഗം മാഷ് മക്കളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോയി ചെയ്ത ശേഷം പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എപ്പോഴോ വന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയ കാലം തൊട്ട് കമലത്തിന് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് മക്കളോട് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമാണെങ്കിൽ ഒരു ദുസ്വപ്നം കണ്ട് പൊട്ടി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. തൻ്റെ അമ്മയ്ക്ക് എന്തോ അപകടം സംഭവിച്ചതായിട്ട് വിക്രം സ്വപ്നം കാണുകയാണ് കേട്ടോ. അപ്പോൾ വേദയോട് പറയണം. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇത്രയും സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്താ അമ്മയുടെ വാക്കൊന്നും കേൾക്കാണ്ട് ജീവിച്ചത്? അപ്പോൾ നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റുണ്ടായിരുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും വിക്രത്തിൻ്റെ സ്വപ്നം സത്യമായിരിക്കുകയാണെന്നുള്ള കാര്യം നേരം വിളിക്കുമ്പോൾ തന്നെ വേദ മുഖേന വിക്രം അറിയുന്നുണ്ട് കേട്ടോ. ഇനി വിക്രത്തിൻ്റെ പുതിയ തരം കളികളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.